ഹലോ വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സബ്ജക്റ്റിൻ്റെ 4th മൊഡ്യൂളായിട്ടുള്ള കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് മീനിങ് നോക്കാം. ദി സിസ്റ്റം ഓഫ് റൂൾസ്, പ്രാക്ടീസസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്, എൻഷുറിംഗ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു കമ്പനിയെ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന റൂൾസിനെയും പ്രാക്ടീസസിനെയും പ്രോസസ്സിനെയുമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, ഫെയർനെസ് ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും. ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സണെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയോ ആണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, കൺസ്യൂമേഴ്സ്, സപ്ലയേഴ്സ്, സൊസൈറ്റി, ഇവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ എന്താണ് സിംപ്ലി കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്? കമ്പനിയെ ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള റൂൾസും പ്രാക്ടീസസും പ്രോസസ്സും ഒക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കാഡ്ബറി കമ്മിറ്റി ഡിഫൈൻസ് corporate governance as a system which companies are directed and controlled. കാഡ്ബറി കമ്മിറ്റിയുടെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. കമ്പനിയെ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് കാഡ്ബറി കമ്മിറ്റി പറയുന്നത്. നെക്സ്റ്റ്, തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന് 4 തിയറീസാണ് ഉള്ളത്. 1 ഏജൻസി തിയറി, 2 സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, 4 റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഫസ്റ്റ് വൺ, ഏജൻസി തിയറി എന്താണെന്ന് നോക്കാം. ദി ഏജൻസി തിയറി വ്യൂസ് ദി റിലേഷൻഷിപ്പ് ആസ് എ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ഹിയർ ദി പ്രിൻസിപ്പൽ ഈസ് ദി ഷെയർ ഹോൾഡർ ആൻഡ് ദി ഏജൻറ്റ് ഈസ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഏജൻസി തിയറിയിൽ പറയുന്നത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. പ്രിൻസിപ്പൽ ഷെയർ ഹോൾഡറും ഏജൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടറുമാണ്. ഇവിടെ കമ്പനിയുടെ ഓണേഴ്സ് മാനേജേഴ്സിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനിയെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ. ഇവിടെ മാനേജേഴ്സ് കമ്പനിയെ നന്നായി മാനേജ് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓണേഴ്സ്. പക്ഷേ ഓണറിൻ്റെ ആബ്സെൻസിൽ മാനേജറിൻ്റെ സ്വന്തം ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മാനേജേഴ്സിൻ്റെ ഓൺ ഇൻട്രസ്റ്റിലാണ് കമ്പനി ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. സോ പേഴ്സണൽ ഇൻട്രസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് താഴോട്ടാണ് പോകുന്നുള്ളൂ. അതായത് കമ്പനിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നില്ല ഇവിടെ. ഇതാണ് ഏജൻസി തിയറിയിൽ പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് ഏജൻസി തിയറിയിൽ പറയുന്നത്. സെക്കൻഡ് വൺ ആണ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. അണ്ടർ ദിസ് തിയറി മാനേജർ ആക്ട് ആസ് എ സ്റ്റുവാർഡ്. മാനേജേഴ്സ് ആർ ബേസിക്കലി മോട്ടിവേറ്റഡ് ബൈ ഓണേഴ്സ് ഇൻട്രസ്റ്റ്. ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പൽ ആൻഡ് മാനേജേഴ്സ് ആർ ഓൾവേസ് കൺവേർജ്. ഈ തിയറിയിൽ എന്താണ് പറയുന്നത്? മാനേജർ ഒരു സ്റ്റുവാർഡായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സ്റ്റുവാർഡ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടക്കാരൻ. ഒരു മേൽനോട്ടക്കാരനായിട്ടാണ് മാനേജർ ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓണറിൻ്റെ ഇൻട്രസ്റ്റ് മാനേജേഴ്സിനെ ബേസിക്കലി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ പ്രിൻസിപ്പലിൻ്റെ ഇൻട്രസ്റ്റും മാനേജറിൻ്റെ ഇൻട്രസ്റ്റും ഓൾവേസ് സെയിം ആയിരിക്കും. എല്ലായ്പ്പോഴും ഒരേപോലെയുള്ള ഇൻട്രസ്റ്റാണ് മാനേജറിനും പ്രിൻസിപ്പലിനും ഉള്ളത്. മാനേജേഴ്സിന് കമ്പനിയോട് ഗ്രേറ്റ് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് പ്യൂപ്പിൾസിനെ എംപവർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തേർഡ് തിയറിയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് തിയറിറ്റിക്കൽ കൺസിഡറേഷൻസ് സച്ച് ആസ് എത്തിക്സ് ഓഫ് ക്യൂർ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, സോഷ്യൽ കോൺട്രാക്ട് തിയറി ആൻഡ് തിയറി ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് എക്സെട്ര. സ്റ്റേക്ക് ഹോൾഡർ തിയറി പർപ്പസ് ദാറ്റ് ദ ബിസിനസ് ഹാസ് അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദി സൊസൈറ്റി. ഒത്തിരി തിയറീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. എത്തിക്സ് ഓഫ് ക്യൂർ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, സോഷ്യൽ കോൺട്രാക്ട് തിയറി, തിയറി ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെയുള്ള ഒത്തിരി തിയറീസിൻ്റെ കോമ്പിനേഷനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. ഒരു കമ്പനിക്ക് ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, സൊസൈറ്റി, അങ്ങനെ ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തൊക്കെ ബിസിനസ് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറിയുടെ ലക്ഷ്യം. ലാസ്റ്റ് തിയറിയാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ദി തിയറി എംഫസൈസ് ഓൺ ദി ഫാക്ട് ദാറ്റ് board has a crucial role in attaining profitability and overall strategic development of the firm.
Hence, the owners have to appoint resourceful directors into the board. The organization can utilize the experience and network of the directors in order to attain strategic resources and thereby ensuring the organizational success. ഈ തിയറി പറയുന്നത് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ അറ്റൈൻ ചെയ്യുന്നതിൽ ക്രൂഷ്യൽ റോൾ വഹിക്കുന്നത് ബോർഡാണ്. അതായത് ബോർഡിനാണ് ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഓണേഴ്സ് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ ബോർഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യണം. റിസോഴ്സ്ഫുൾ ഡയറക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയാണ് റിസോഴ്സ്ഫുൾ ഡയറക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ ഒരു ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജിക് റിസോഴ്സസ് അറ്റൈൻ ചെയ്യാനും അതുവഴി ഓർഗനൈസേഷണൽ സക്സസ് ഉറപ്പുവരുത്താനും സാധിക്കുമെന്നാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി പറയുന്നത്. നെക്സ്റ്റ്, മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. 5 ബേസിക് മോഡൽസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിന് ഉള്ളത്. ഫസ്റ്റ് വൺ, ദി അമേരിക്കൻ മോഡൽ. സെക്കൻഡ് വൺ, യുണൈറ്റഡ് കിങ്ഡം ഓർ കോമൺവെൽത്ത് മോഡൽ. തേർഡ് വൺ, ദി കോണ്ടിനെൻ്റൽ യൂറോപ്യൻ മോഡൽ. ഫോർത്ത് വൺ, ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ. And the last one, Asian family based model. First one, American model. Basically, the American model is a rule based model. Regulators only concerned about the legality. They always check, is it legal according to the company law. It is also known as Anglo-Saxon unitary board model. അമേരിക്കൻ മോഡൽ ഒരു റൂൾ ബേസ്ഡ് മോഡലാണ്. റെഗുലേറ്റേഴ്സ് ഇവിടെ കൺസേൺ ചെയ്യുന്നത് ലീഗാലിറ്റിയെയാണ്. ലീഗൽ ആണോ എന്ന് മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. കമ്പനി ലോ അനുസരിച്ച് ലീഗൽ ആണോ എന്നാണ് എല്ലായ്പ്പോഴും ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ മോഡലിനെ പറയുന്ന മറ്റൊരു പേരാണ് ആംഗ്ലോ സാക്സൺ യൂണിറ്ററി ബോർഡ് മോഡൽ. സെക്കൻഡ് മോഡലാണ് യുണൈറ്റഡ് കിങ്ഡം ഓർ കോമൺവെൽത്ത് മോഡൽ. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ബേസ്ഡ് മോഡൽ. ഹിയർ ദ റെഗുലേറ്റേഴ്സ് എൻക്വയർ ഓൺലി ഈസ് ഇറ്റ് റൈറ്റ് അക്കോർഡിംഗ് ടു ദി കോമൺ ലോ. ദിസ് മോഡൽ ഓൾസോ എൻക്വയേഴ്സ് കംപ്ലൈ ഓർ എക്സ്പ്ലെയിൻ. ഇതൊരു പ്രിൻസിപ്പൽ ബേസ്ഡ് മോഡലാണ്. കോമൺ ലോ അനുസരിച്ച് റൈറ്റ് ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അമേരിക്കൻ മോഡലിൽ ലീഗൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ യുണൈറ്റഡ് കിങ്ഡം മോഡൽ പറയുന്നത് റൈറ്റ് ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ മോഡൽ കംപ്ലൈ ഓർ എക്സ്പ്ലെയിൻ എന്നതുകൂടി എൻക്വയർ ചെയ്യുന്നുണ്ട്. എന്താണ് കംപ്ലൈ ഓർ എക്സ്പ്ലെയിൻ? അതായത് ഈ മോഡലിൽ കമ്പനീസ് നിർബന്ധമായും കോഡ് ഓഫ് ഗവേണൻസ് ഫോളോ ചെയ്തിരിക്കണം. കമ്പനീസ് കോഡ് ഓഫ് ഗവേണൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇനി ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാത്തത് എന്ന് കമ്പനീസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതാണ് കംപ്ലൈ ഓർ എക്സ്പ്ലെയിൻ എന്നതുകൊണ്ട് പറഞ്ഞത്. കംപ്ലൈ ഓർ എക്സ്പ്ലെയിൻ എൻക്വയർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നെക്സ്റ്റ് വൺ ആണ് കോണ്ടിനെൻ്റൽ യൂറോപ്യൻ ടു ടയർ മോഡൽ. It is basically a rule-based model. The corporate governance is determined by legally binding rules. In this two-tier system, there are 2 types of board, the management board and supervisory board. ഇതൊരു റൂൾ ബേസ്ഡ് മോഡലാണ്. ലീഗലി ബൈൻഡിങ് റൂൾസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് തീരുമാനിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ബെൽജിയം ഇവിടെയൊക്കെ ഈ മോഡൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 2 ടയർ സിസ്റ്റമാണ്. ഈ ഒരു മോഡലിൽ 2 തരത്തിലുള്ള ബോർഡുണ്ട്. ഒന്ന് മാനേജ്മെൻറ്റ് ബോർഡും മറ്റൊന്ന് സൂപ്പർവൈസറി ബോർഡും. മാനേജ്മെൻറ്റ് ബോർഡിൽ ടോപ്പ് മാനേജ്മെൻറ്റാണ് വരുന്നത്. സൂപ്പർവൈസറി ബോർഡിൽ എംപ്ലോയീസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ. ദി ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ ഈസ് പോപ്പുലർലി നോൺ ആസ് കൈറേസ്തോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്പ് ഓഫ് കമ്പനീസ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. All the member companies are independent entities and enjoy independent right in a കൈറേസ്തോ മോഡൽ. ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡലിനെ കൈറേസ്തോ എന്നും പറയുന്നുണ്ട്. ഇവിടെ എല്ലാ കമ്പനീസും ഈ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനീസും ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ മെമ്പർ കമ്പനീസും ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസാണ്. എല്ലാ മെമ്പർ കമ്പനീസും ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസാണ്. ഇൻഡിപെൻഡൻറ്റ് റൈറ്റാണ് എല്ലാ കമ്പനീസും എൻജോയ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ആണ് ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡൽ. ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓവർസീസ് ചൈനീസ് മോഡൽ, 2 ചൈബോൾ മോഡൽ. എന്താണ് ഓവർസീസ് ചൈനീസ് മോഡൽ എന്ന് നോക്കാം.
The main feature of overseas Chinese model is that families own the equity stake in the company. Head of the family and other family members take the significant decisions. However, the board plays only a supportive role in decision-making process. ഓവർസീസ് ചൈനീസ് മോഡൽ ചൈനയിലാണ് കണ്ടുവരുന്നത്. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണ്? കമ്പനികളിൽ ഫാമിലീസിന് സ്വന്തമായി ഇക്വിറ്റി റൈറ്റ് ഉണ്ട്. സോ ഫാമിലിയുടെ ഹെഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ കമ്പനിയിൽ എടുക്കുന്നത്. ബോർഡ് കമ്പനിക്കുണ്ടെങ്കിലും ബോർഡ് ഒരു സപ്പോർട്ടീവ് റോള് മാത്രമാണ് എടുക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരു സപ്പോർട്ടീവ് റോള് മാത്രമാണ് ബോർഡിനുള്ളൂ. ബാക്കിയുള്ള എല്ലാ റൈറ്റ്സും എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതും ഒക്കെ ആരാണ്? ഫാമിലി ഹെഡും ഫാമിലി മെമ്പേഴ്സുമാണ്. ചൈബോൾ മോഡൽ എന്താണെന്ന് നോക്കാം. സൗത്ത് കൊറിയയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളൊരു ബിസിനസ് ഗ്രൂപ്പാണ് ചൈബോൾ മോഡൽ. ഈ മോഡലിൽ പവർ വെസ്റ്റ് ചെയ്യുന്നത് ഫാമിലിക്കാണ്, അതായത് ഫാമിലിയുടെ കയ്യിലാണ് പവർ ഉള്ളത്. ഈ മോഡലിൽ ഒരുപാട് ഇൻഡസ്ട്രീസും ബിസിനസ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഗവൺമെൻറ്റിൻ്റെ മേലെയും ഈ മോഡലിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ചൈബോൾ മോഡലിന് ഗവൺമെൻറ്റിൻ്റെ മേലെയും ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവിടെ ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ഡയറക്ടേഴ്സിന് കമ്പനിയുടെ അഫയേഴ്സിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അഫയേഴ്സിൽ ലിമിറ്റഡ് റോള് മാത്രമാണ് ഉള്ളത്. ഫാമിലിക്കാണ് കൂടുതൽ പവർ ഉള്ളത്. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്